മുതലാളി പറഞ്ഞതുപോലെ ചന്ദ്രാപ്പിന് സണ്ണിച്ചന്റെ ഒരു കാല് കൈ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. സണ്ണിച്ചന്റെ നിലവിളി ഒന്ന് കേൾക്കേണ്ടതായിരുന്നു. കല്ലൂർക്കാടന്മാർ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് ഭംഗിയായി ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം. അതറിഞ്ഞുകൊണ്ടല്ലേ ഞാനും ഏൽപ്പിച്ചത്. പോയിട്ട് കാര്യമുണ്ടെന്ന് ഇഷ്ടാ. അപ്പളേ ആ കാശാ കിട്ടിക്കൊള്ളായിരുന്നു. ഏത് കാശ്? ഏത് കാശെന്നോ മുതലാളി? കല്ലൂർക്കാടന്മാര് വേഷം കെട്ടുവണ കേട്ടോ. തല പിടിച്ചിടിച്ചാ മതിലിട്ട് പഠിച്ചെടുക്കും. ചൂടാകാതെ കല്ലൂർക്കാടാ. ഇന്നലെ അനിയൻ വന്ന് കാശ് മേടിച്ചോണ്ട് പോയി. അനിയനാ? ഏതനിയൻ? അഞ്ചാമത്തെ അനിയൻ. അഞ്ചാമത്തെ അനിയനോ? മനസ്സിലായി നമ്മുടെ അഞ്ചാമത്തെ അനിയൻ. എടോ മുതലാളി, അവനോട് ഞാൻ ചോദിക്കും, ഇനി അവനല്ല കാശാ വാങ്ങിച്ചു വെച്ചാ കൂട്ടിന് പീര ഇടുന്ന പോലെ നല്ല അസൽ ഇടിയാ ഞാൻ ഇടിക്കും. മനസ്സിലായോ? വന്നേ. അഞ്ചാമത്തെ അനിയൻ ഞാനല്ല കാശ് വാങ്ങിച്ചത്. ഞാനല്ല കാശ് വാങ്ങിച്ചെടുത്തത് പറഞ്ഞില്ലേ? ഇവന്റെ നാക്ക് മുറിച്ചെടുക്കടാ. ഇനി ഈ നാക്ക് ഇവന് വേണ്ട. ഹലോ, കല്ലൂർക്കാടൻ വർക്കി സ്പീക്കിംഗ്. അനിയൻ വന്ന് 5000 രൂപ വാങ്ങിയിട്ടുണ്ട്. കണ്ട ഇപ്പൊ വിശ്വാസമായില്ലേ? ഞാനില്ലാന്ന് പറഞ്ഞ് ഫോൺ വന്ന് കണ്ടില്ലേ? ബല 10,000 + 5,000 15,000 രൂപയും വാങ്ങിയിട്ടുണ്ട്. കല്ലൂർക്കാടാ എന്താണോ പറയണോ? അനിയൻ എന്റെ കാര്യം പറഞ്ഞില്ലേ? 10,000 രൂപ അഡ്വാൻസും കൊടുത്തിട്ടുണ്ടായിരുന്നു. വർക്കിച്ചേട്ടാ 15,000 + 10,000 25,000. എന്റെ കർത്താവേ, എന്താ പ്രശ്നം? ഇവിടെ തന്റെ കാശ് മേടിച്ച് ഇവനാണോ? അത് ഇയാളല്ല, മറ്റേയാളാ. മറ്റവനാ? ഇവനെ പിടികളാ. ആ കത്തിയും കൊണ്ട് കൊണ്ടുവന്നെ ഞാൻ പറ്റിയാളാവും. ഇയാളും അല്ല, അഞ്ചാമത്തെ അനിയനാ. ഏതാണ് അഞ്ചാമത്തെ അനിയൻ? അവൻ ഏത് കൊലകൊമ്പനായാലും ശരി 24 മണിക്കൂറിനകം ഞാൻ അവനെ പൂട്ടും. എന്റെ ഈ നാക്കാണ് സത്യം.